السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم علمنا ما ينفعنا، وانفعنا بما علمتنا، وزدنا علما، وأصلح لنا شأننا كله، ولا تكلنا إلى أنفسنا طرفة عين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനമുള്ള സഹോദരീ സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഷഹാദത്ത് കഴിഞ്ഞാൽ നമ്മുടെ മേൽ നിർബന്ധമായ നിസ്കാരം. ആ നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിൻ്റെ റുക്നുകൾ, അതിലെ ഷർത്തുകൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ഇതിനു മുൻപ്, കുറച്ചു മുൻപൊരു ദർസിൽ നമ്മൾ വുളൂഇനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. വുളൂവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ശ്രേഷ്ഠത, അതിനെക്കുറിച്ചും നമ്മൾ സംസാരിച്ചതാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു സംഭവത്തിൽ ഇപ്രകാരം കാണാം. ഒരിക്കൽ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിലേക്ക് കടന്നു വന്നു. അയാൾ നിസ്കരിച്ചു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പോയി സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കി. എന്നിട്ട് അയാളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി. നിസ്കരിച്ചു വന്ന ആളോടെ പറയുന്നത്, നീ പോയി നിസ്കരിക്കുക, നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല, നീ നിസ്കരിച്ചിട്ടില്ല. എന്നിട്ട് ഇയാൾ പോയി നിസ്കരിച്ചു. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് സലാം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കി. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി. നീ പോയി നിസ്കരിക്കുക, നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല, നീ നിസ്കരിച്ചിട്ടില്ല. വീണ്ടും അയാൾ പോയി നിസ്കരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന് സലാം പറഞ്ഞു. സലാം മടക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി. നീ പോയി നിസ്കരിക്കുക, നീ നിസ്കരിച്ചിട്ടില്ല, നിസ്കാരം ശരിയായിട്ടില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ് ലാ ഉഹ്സിനു ഗൈറ ഹാദാ ഫഅല്ലിംനി. അല്ലാഹുവിന്റെ റസൂലേ, താങ്കളെ നിയോഗിച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തന്നെ സത്യം, എനിക്ക് ഇതിനേക്കാൾ നന്നായി നിസ്കരിക്കാൻ അറിയില്ല. അതുകൊണ്ട് എനിക്ക് നിസ്കാരം താങ്കൾ പഠിപ്പിച്ചു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് നിസ്കാരം എങ്ങനെ നിർവഹിക്കണമെന്ന് പറഞ്ഞു കൊടുത്തു. അത് നോക്കൂ, ഇന്ന് പല ആളുകളുടെയും അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന ഈ വ്യക്തിയുടെ പോലെയാണ്. കാലങ്ങളായി നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ അവന്റെ നിസ്കാരം എങ്ങാനും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ നിസ്കാരത്തിനെ കുറിച്ച് കൃത്യമായി ബോധമുള്ള ആരെങ്കിലും കണ്ടാൽ
ശരിയായ നിസ്കാരമായി അവർ അംഗീകരിക്കുകയില്ല. ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ട് എന്താ കാര്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഇന്നക ലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ അയാളുടെ റുക്കൂഉം സുജൂദും ഒന്നും പൂർത്തീകരിക്കാതെ അതൊരു കേവലം ഒരു യന്ത്രം പ്രവർത്തിക്കുന്നത് പോലെ, അങ്ങനെ ചെയ്തു തീർക്കുന്നത് പോലെ അയാൾ നിസ്കരിച്ചിട്ടുണ്ടാകാം. അയാൾ നിസ്കാരത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് കൃത്യമായി നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. നമ്മളെ നിസ്കാരം ശരിയാണോ എന്ന് പരിശോധിക്കലും അത് ശരിയല്ല എങ്കിൽ എങ്ങനെയാണ് ശരിയായി നിസ്കരിക്കുക എന്ന് പഠിക്കലും വളരെ നിർബന്ധമായ കാര്യമാണ്. മഹാനായ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ ഒരു വ്യക്തി നിസ്കരിക്കുന്നത് കണ്ടു. അയാളെ റുക്കൂഉം സുജൂദൊന്നും പൂർണ്ണമല്ല. അപ്പോൾ അയാളെ ഹുദൈഫ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, ലൗ മിത്ത അലാ ഗൈരി സുന്നതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയാണ് നീ നിസ്കരിക്കുന്നത്, എന്നിട്ട് ഈ അവസ്ഥയിൽ നീ തുടർന്ന് നീ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലായിക്കൊണ്ടല്ല നീ മരിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലല്ലാതെ ആയിരിക്കും നീ മരിക്കുക എന്ന് അയാളോട് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ നിസ്കാരം അതിന് അതിൻ്റെതായ റുക്നുകളുണ്ട്, ഷർത്തുകളുണ്ട്, നിബന്ധനയുണ്ട്. അതുപോലെ തന്നെ റുക്നുകളുണ്ട്, സ്തംഭങ്ങളുണ്ട്. അതുപോലെ തന്നെ വാജിബാത്തുകളുണ്ട്. അത് കൃത്യമായി പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമാണ്. ഓരോ മുസ്ലിമും അത് പഠിക്കൽ നിർബന്ധമാണ്. കാരണം എന്താ? അത് പഠിക്കൽ നിർബന്ധമാണെന്ന് പറയാൻ കാരണം എന്താ? അത് ചെയ്യൽ നിർബന്ധമല്ലേ? 5 നേരത്തെ നിസ്കാരം അത് നിർവഹിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മുടെ മേൽ ചെയ്യാൻ നിർബന്ധമുള്ള കാര്യങ്ങൾ അത് പഠിക്കലും നിർബന്ധമാണ്. ആരെങ്കിലും അത് പഠിച്ചിട്ടില്ല എങ്കിൽ അവൻ കുറ്റക്കാരനാകും. മാത്രമല്ല അവന്റെ നിസ്കാരം ശരിയാവുകയില്ല. നിസ്കാരം അത് ബാത്തിലായി പോകും. അപ്പൊ ഈ രൂപത്തിൽ റുക്കുനും ഷർത്തും ഒന്നും പാലിക്കാതെ നിസ്കരിക്കുന്ന ആളുകൾ ധാരാളം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിസ്കാരത്തിനെ കുറിച്ച്, അതിന്റെ ഷർത്തുകളെ പറ്റി, അതിന്റെ റുക്നുകളെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യം നമുക്ക് ഷർത്തുകളെ കുറിച്ച് പറയാം. ഷർത്തുകൾ അത് നിസ്കാരത്തിന്റെ പുറത്തുള്ള കാര്യങ്ങളാണ്. നിസ്കാരം ശരിയാകണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ, അതിനാണ് ഷർത്തുകൾ എന്ന് പറയുക. ശുറൂത്തു സ്വലാ, അത് നിസ്കാരത്തിന് പുറത്തായിരിക്കും, ഉള്ളിലായിരിക്കുകയില്ല. പണ്ഡിതന്മാർ 9 ഷർത്തുകളാണ് പഠിപ്പിച്ചിട്ടുള്ളത് നിസ്കാരത്തിന്. അതിൽ 3 ഷർത്തുകൾ പൊതുവായ ഷർത്താണ്, എല്ലാ അമലിലും ഉണ്ടായിരിക്കേണ്ട ഷർത്തുകളാണ്. ഉദാഹരണത്തിന് മുസ്ലിം ആയിരിക്കുക, ബുദ്ധി ഉണ്ടാവുക, അതുപോലെ തന്നെ വകതിരിവെത്തുക എന്നുള്ള ഈ 3 ഷർത്തുകൾ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷമുള്ള ഷർത്താണ് ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് നേരെ തിരിയുക എന്നുള്ളത്. നിസ്കാരം ശരിയാകാനുള്ള നിബന്ധനയാണ് ഖിബ്ലക്ക് നേരെ തിരിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹകും ശത്ര. താങ്കളുടെ മുഖം താങ്കൾ മസ്ജിദുൽ ഹറാമിന് നേരെ തിരിക്കുക. നിങ്ങൾ എവിടെയായിരുന്നാലും അതിന് നേരെ നിങ്ങളുടെ മുഖം നിങ്ങൾ തിരിക്കുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യമാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ
വന്ന് തെറ്റായ രൂപത്തിൽ നിസ്കരിച്ച അയാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നീ നിസ്കാരത്തിന് എഴുന്നേറ്റാൽ വുളു പൂർണ്ണമായി എടുക്കണം. അതുപോലെ തന്നെ സുമ്മസ്തഖ്ബിലിൽ ഖിബ്ല, പിന്നെന്ത് ചെയ്യണം? ഖിബ്ലക്ക് നേരെ മുന്നിടുകയും വേണം. അപ്പൊ ഖിബ്ലക്ക് നേരെ തിരിയാതെ നിസ്കാരം ശരിയാവുകയില്ല എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഖിബ്ലക്ക് നേരെ തിരിയുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇവരെല്ലാം ഫത്വ കൊടുത്തതായി കാണാം. ഖിബ്ലക്ക് നേരെ തിരിയുക എന്നുള്ളത് ഖിബ്ലയുടെ ആ ദിശയിലേക്ക് തിരിയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഖിബ്ലയുടെ ആ ദിശയിലേക്ക് തിരിയുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഈ വിഷയത്തിൽ സ്വഹാബത്തിനിടയിൽ ഖിലാഫിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഖിബ്ലയുടെ ദിശയിലേക്ക് തിരിയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കഅബയാണ് നമ്മുടെ ഖിബ്ല. അപ്പൊ കഅബക്ക് ദൂരത്ത് താമസിക്കുന്ന നമ്മളെ പോലെയുള്ള നാട്ടുകാർ, അടുത്തില്ലാത്ത കഅബയിൽ നിന്നും വിദൂരത്തായി താമസിക്കുന്ന ആളുകൾ അവരെന്ത് ചെയ്യണം? ആ കഅബയുടെ ദിശയിലേക്ക് തിരിയണം. എന്നാൽ കഅബയുടെ തൊട്ടടുത്തുള്ള ആളുകളോ അതിന്റെ നേരെ തിരിയണം. ആ ദിശയിലേക്കല്ല, അതിന്റെ നേരെ തിരിയണം. ഈ കാര്യത്തിലും ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. കഅബയുടെ തൊട്ടടുത്തുള്ളയാൾ അതിന്റെ നേരെ തിരിയണം എന്നുള്ളതിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഷർത്ത്, ഖിബ്ലക്ക് നേരെ തിരിയുക. രണ്ടാമത്തെ ഷർത്ത് ദുഖൂലുൽ വഖ്ത്, സമയമാവുക എന്നുള്ളതാണ്. ഓരോ നിസ്കാരവും അതിൻ്റെതായ സമയത്ത് നിർവഹിക്കുക. ആ സമയം അതാകുന്നതിന് മുമ്പ് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല. സമയം കഴിഞ്ഞ് നിസ്കരിച്ചാലും അത് നിസ്കാരമായി കൂട്ടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞത്, ഇന്നസ്സലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, മുഅ്മിനീങ്ങളുടെ മേൽ നിസ്കാരം അത് സമയബന്ധിതമായി നിർബന്ധമാക്കപ്പെട്ട ഒരു അമലാണ്. ഓരോ നിസ്കാരത്തിനും അതിൻ്റെതായ സമയമുണ്ട്. നമുക്കറിയാം, ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ സമയമായോ ഇല്ല എന്നറിയാൻ ഒരു പ്രയാസവുമില്ല. ഇതുപോലെയുള്ള ക്ലോക്കുകൾ, അതുപോലെ തന്നെ മൊബൈലിലാണെങ്കിൽ ബാങ്ക് വരെ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ലഭ്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ ഇനി സമയത്തിനെ കുറിച്ച് നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ സമയം അത് നിബന്ധനയിൽപ്പെട്ടതാണ്. ഒരുവൻ കരുതി കൂട്ടി നിസ്കാരം അതിന്റെ സമയത്തിൽ നിന്നും വൈകിപ്പിച്ചു കഴിഞ്ഞാൽ അത് വൻപാപത്തിൽപ്പെട്ട കാര്യമാണ്. ശ്രദ്ധിക്കുക, നിസ്കാരം അതിന്റെ യഥാർത്ഥ സമയത്തിൽ നിന്നും കരുതി കൂട്ടി മനഃപൂർവ്വം ഒരുവൻ വൈകിപ്പിച്ചു, അവൻ അകപ്പെട്ടത് വലിയ വൻപാപത്തിലാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നോക്കൂ, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, കുറച്ച് ആളുകൾ വരും, അവരുടെ അവസ്ഥ എന്താണ്? അദാഉസ് സ്വലാത്ത്, അവർ നിസ്കാരം പാഴാക്കും. വത്തബഉ ശഹവാത്ത്, അവർ മ്ലേച്ഛമായ അവരുടെ ദേഹേച്ഛകളെ പിൻപറ്റും. അങ്ങനെയുള്ള ആളുകൾ ഫസൗഫ യൽഖൗന ഗയ്യ, അവർ നരകം കണ്ടുമുട്ടും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് ചോദിച്ചു, അദാഉസ് സ്വലാ, അവർ നിസ്കാരം അത് പാഴാക്കി കളയുമെന്ന് പറഞ്ഞാൽ അകാനു താരികീന ലഹ, അവർ നിസ്കാരം ഉപേക്ഷിക്കും എന്നതാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ലൗ തറകൂഹാ ലകഫറു, നിസ്കാരം അവർ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവർ കാഫിറുകളായേനെ. എന്നാൽ ഇവിടെ പറഞ്ഞത് വഇന്നമാ കാനൂ യുഅഖിറൂന അസ്സലാത അൻ വഖ്തിഹാ, അവർ നിസ്കാരം അതിന്റെ സമയത്തിൽ നിന്നും വൈകിപ്പിക്കും. അതാണ് അദാഉസ് സ്വലാ, നിസ്കാരം പാഴാക്കുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിസ്കാരം അതിന്റെ യഥാർത്ഥ സമയത്തിൽ നിന്ന്
വൈകിപ്പിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ വൻപാപത്തിൽപ്പെട്ടതാണ്. എന്നാൽ നോക്കൂ സഹോദരങ്ങൾ, എത്ര മുസ്ലിമീങ്ങളാണ് ഈ വൻപാപത്തിൽ അകപ്പെട്ടത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഈ ഒരു ഷർത്ത്, വഖ്ത് ശ്രദ്ധിക്കുക, നിസ്കാരത്തിന്റെ സമയം ശ്രദ്ധിക്കുക എന്നുള്ളതിൽ ഒരുപാട് മുസ്ലിമീങ്ങൾ, ചെറുപ്പക്കാർ, പ്രായമുള്ള ആളുകൾ, സ്ത്രീകൾ, അവർ വലിയ അശ്രദ്ധയിലും വലിയ അലസതയിലുമാണുള്ളത്. ഒരു കാരണവുമില്ലാതെ നിസ്കാരം വൈകിപ്പിക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ജമാഅ ചെയ്ത് നിസ്കരിക്കും. ഒരു കാരണമില്ലാതെ ളുഹർ നിസ്കരിക്കൂല അതിന്റെ സമയം, എന്നിട്ട് അസ്ർ ളുഹർ ഒരുമിച്ച് നിസ്കരിക്കും. എത്രത്തോളം എന്നാൽ ചില ആളുകളൊക്കെ പറയുന്നതായി കാണാം, ഗൾഫിലും മറ്റൊക്കെ ജോലി എടുക്കുന്ന നാട്ടിൽ തന്നെ ജോലിക്കാരായ ആളുകൾ അവരെന്ത് ചെയ്യും? ഒന്നും നിസ്കരിക്കൂല, സമയത്തിന് നിസ്കരിക്കൂല. എന്നിട്ട് എന്ത് ചെയ്യും? ഇശാ കഴിഞ്ഞാൽ ഇശായിനോടൊപ്പം സുബ്ഹി മുതൽ അതല്ലെങ്കിൽ ളുഹർ മുതൽ ഒരുമിച്ചുകൊണ്ട് നിസ്കരിക്കും. ഇത് വലിയ വൻപാപമാണ്. അങ്ങനെ നിസ്കരിക്കുക എന്നുള്ളത് തെറ്റായ കാര്യമാണ്. കറക്റ്റ് അതിൻ്റെതായ കൃത്യമായ സമയത്ത് തന്നെ നിസ്കരിക്കണം. അതാണ് അല്ലാഹു പറഞ്ഞ സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. സഹോദരങ്ങൾ, ഇത് വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നിസ്കാരത്തിന്റെ സമയം പാഴാക്കി കളയുന്ന ആളുകൾ, അവർക്ക് താക്കീത് നൽകുകയാണ്. അവർ ഗയ്യ് കണ്ടുമുട്ടും. ഗയ്യ് എന്ന് പറഞ്ഞാൽ നരകത്തിലെ ഒരു താഴ്വരയാണ് എന്നാണ്. ഇങ്ങനെയുള്ള ആളുകളെ കാത്തിരിക്കുന്നത് നരകത്തിലെ താഴ്വരയാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ നിസ്കാരം മനഃപൂർവ്വം വൈകിപ്പിക്കുന്ന ആളുകൾ, അവർക്ക് ഈ കാര്യം പറഞ്ഞു കൊടുക്കണം. പലർക്കും അറിവില്ലാഞ്ഞിട്ടായിരിക്കും. പലരും വിചാരിക്കുന്ന ഒരുമിച്ച് നിസ്കരിച്ചാൽ പോലെ ഒക്കെ നിസ്കരിച്ചിട്ടുണ്ടല്ലോ, ഒരുമിച്ച് നിസ്കരിച്ചാലും മതി എന്ന തെറ്റിദ്ധാരണയായിരിക്കും. നമുക്കിത് അറിയാമെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. എത്ര സമയമെടുക്കും? ഏറ്റവും കൂടുതൽ റക്കാത്തുള്ള നിസ്കാരം എത്ര റക്കാത്ത്? 4 റക്കാത്ത് നിസ്കാരം. ചുരുങ്ങിയത് എത്ര സമയം കൊണ്ട് നിസ്കരിക്കാൻ പറ്റും? വക്തിന് നിസ്കരിക്കണമെങ്കിൽ ഒരുവന് എന്ത് എളുപ്പമാണ് നിസ്കരിക്കാൻ. 4-5 മിനിറ്റ് ഉണ്ട് എങ്കിൽ വൃത്തിയിൽ നിസ്കരിക്കാൻ സാധിക്കും. ഒരു 5 മിനിറ്റ് മാറ്റിവെക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിർബന്ധമാക്കിയ ഈ അമൽ ഇത് ചെയ്യാൻ നമുക്ക് സമയമില്ല എങ്കിൽ എത്ര വലിയ നന്ദികേടാണ് നമ്മൾ അള്ളാഹുവിനോട് കാണിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ഷർത്ത് ശത്രുൽ ഔറ, ഔറത്ത് മറക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ. ഓരോ നിസ്കാര സന്ദർഭത്തിലും നിങ്ങൾ അലങ്കാരം സ്വീകരിക്കുക. മനുഷ്യന്മാരെ, ഓരോ നിസ്കാരത്തിന്റെ സന്ദർഭത്തിലും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ അലങ്കാരം സ്വീകരിക്കുക. ഇത് പണ്ഡിതന്മാർ നിസ്കാരത്തിനു വേണ്ടി ഔറത്ത് മറക്കാൻ, നിസ്കാരത്തിനു വേണ്ടി അലങ്കാരം സ്വീകരിക്കാനുള്ള തെളിവായി പറയുന്ന ആയത്താണ്. ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. അത് നിസ്കാരം ശരിയാകാനുള്ള നിബന്ധനയാണ്. ഔറത്ത് മറക്കാതെ ഒരുവൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് നിസ്കാരം ശരിയല്ല. എന്താണ് പുരുഷന്മാരുടെ ഔറത്ത്? വഔറത്തു റജുലി മാ ബൈന സുറതി വറുക്ബ. പുരുഷന്റെ ഔറത്ത് അത് പൊക്കിൾ മുതൽ മുട്ടുവരെയാണ്. അഥവാ പൊക്കിളും മറയണം, അതുപോലെ തന്നെ മുട്ടും മറയണം. അതുപോലെ തന്നെ നിസ്കാരത്തിൽ അവന്റെ തോളുകൾ അത് നിർബന്ധമായും അവൻ മറക്കണം. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലാ യുസല്ലി അഹദുകും ഫി الثوبിൽ വാഹിദി ലൈസ അലാ ആതിഖിഹി ശൈഉൻ. നിങ്ങളിൽ ഒരുവൻ ഒരൊറ്റ വസ്ത്രത്തിൽ നിസ്കരിക്കാൻ പാടില്ല. അവന്റെ തോളത്ത് ഒന്നുമില്ലാതെ, തോള് മറക്കാതെ നിങ്ങളിൽ ഒരുവൻ നിസ്കരിക്കുവാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. അപ്പം അതുകൊണ്ട് തന്നെ
മുട്ടുൾപ്പെടെ പൊക്കിളുൾപ്പെടെ മറക്കുകയും തോള് മറക്കുകയും ചെയ്യണം. ഇതാണ് പുരുഷന്റെ നിസ്കാരത്തിലെ ഔറത്ത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ അവർ ഏകോപിച്ച കാര്യമാണ് ഒരു സ്ത്രീ നിസ്കരിക്കുമ്പോൾ അവളുടെ തല മറക്കണം എന്നുള്ള കാര്യം. പണ്ഡിതന്മാർക്കിടയിൽ ഏകോപനമുള്ള കാര്യമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ ഇവർ ഇരുവരും പറഞ്ഞതായി കാണാം, തുസല്ലി ഫീ ഖിമാരിൻ വദിറഇൻ സാബിഗിൻ. ഒരു സ്ത്രീ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? ഏത് രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത്? അവൾ തല മറക്കണം. ഖിമാർ കൊണ്ട് അവൾ തല മറക്കുകയും അതുപോലെ തന്നെ ശരീരം ഒന്നാകെ മറയുന്ന വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവൾ നിസ്കരിക്കേണ്ടത്. അപ്പൊ തല മറക്കണം, അതുപോലെ തന്നെ ശരീരം ഒന്നാകെ മറക്കണം. എന്നാൽ നിസ്കാരത്തിൽ അവൾ അവളുടെ മുഖം മറക്കേണ്ടതില്ല. നിസ്കാരത്തിലെ ഔറത്തിൽപ്പെട്ട കാര്യമല്ല അവളുടെ മുഖം മറക്കേണ്ടതില്ല. എന്നാൽ നിസ്കാരത്തിന് പുറമെയുള്ള സന്ദർഭങ്ങളിൽ അവൾ മുഖം മറക്കണം. അത് നമ്മൾ മുൻപ് വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവളുടെ മുൻകൈകൾ അതും നിസ്കാരത്തിൽ മറക്കേണ്ടതില്ല. എന്നാൽ കാൽപാദങ്ങൾ അത് മറക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അത് പണ്ഡിതന്മാർ ഏകോപിച്ച കാര്യമാണ്. സ്ത്രീ നിസ്കരിക്കുമ്പോൾ അവളുടെ കാൽപാദം മറക്കണം എന്നുള്ളത് ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്കിൽ നമ്മൾ പറഞ്ഞു, ശരീരം ഒന്നാകെ മറയുന്ന രൂപത്തിലുള്ള വസ്ത്രമായിരിക്കണം അവൾ നിസ്കാരത്തിൽ ധരിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് അവർ ഏകോപിച്ച കാര്യമാണ് ഒരു സ്ത്രീ അവൾ നിസ്കരിക്കുമ്പോൾ അവളുടെ കാൽപാദം അത് മറയൽ നിർബന്ധമാണ്. ആ കാൽപാദം അത് ഔറത്താണ് എന്ന കാര്യത്തിൽ സ്വഹാബത്തിനിടയിൽ ഇജ്മാഉണ്ട്. അപ്പൊ സ്ത്രീ എന്ത് ചെയ്യണം? തലമറക്കണം. അതുപോലെ തന്നെ ശരീരം ഒന്നാകെ മറയുന്ന രൂപത്തിൽ കാൽപാദം ഉൾപ്പെടെ മറയുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചായിരിക്കണം അവൾ നിസ്കരിക്കേണ്ടത്. എന്നാൽ നിസ്കാരത്തിൽ അവൾ മുൻകൈകളും മുഖവും മറക്കേണ്ടതില്ല. അപ്പൊ ഇതാണ് സ്ത്രീകളുടെ ഔറത്ത്. അപ്പൊ ഈ മറക്കേണ്ട ഭാഗങ്ങൾ മറച്ചുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. ഇത് മറച്ചിട്ടില്ല എങ്കിൽ ഈ മറക്കപ്പെടേണ്ട അവയവങ്ങൾ അത് മറക്കാതെയാണ് ഒരുവൻ നിസ്കരിക്കുന്നത് എങ്കിൽ അവന്റെ നിസ്കാരം ശരിയാവുകയില്ല. അതുപോലെ തന്നെ ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നിസ്കാരത്തിനു വേണ്ടി അണിഞ്ഞൊരുങ്ങുക എന്നുള്ളത് വളരെ ശ്രദ്ധകരമായൊരു സുന്നത്താണ്. അല്ലെ, സ്വഹാബത്തിനെ കുറിച്ച് ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം, ദരിദ്രരാണ് പല സ്വഹാബത്തും. പലർക്കും വസ്ത്രം ഉണ്ടാകൂല, അധികമൊന്നും വസ്ത്രം ഉണ്ടാകൂല. പക്ഷെ എന്നാലും ഉള്ള മുന്തിയ വസ്ത്രം ധരിച്ചിട്ടായിരിക്കും അവർ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നത്. ചില സഹാബത്ത് അവർ രാത്രി നിസ്കരിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേകം വസ്ത്രം മാറ്റിവെക്കുമായിരുന്നു. ഫർള് നിസ്കാരമല്ല, രാത്രി നിസ്കാരം. സുന്നത്താണ് രാത്രി നിസ്കാരം എന്നുള്ളത്. സുന്നത്തായ രാത്രി നിസ്കാരത്തിൽ പോലും നല്ല വസ്ത്രം ധരിക്കുന്നതിന് സഹാബികൾ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അത് അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങൾ അതിനെ ബഹുമാനിക്കുന്നതിൽപ്പെട്ടതാണ്. നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് നിസ്കരിക്കാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള മുനാജാത്തിലാണ് നമ്മൾ നിസ്കാരത്തിൽ, അള്ളാഹുവിനോടുള്ള രഹസ്യ സംഭാഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ നല്ല വസ്ത്രം ധരിക്കുക, നല്ല ഗന്ധം ശരീരത്തിനുണ്ടായിരിക്കുക, വസ്ത്രം വൃത്തിയുള്ളതായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇന്ന് പല ആളുകളും ഈ വിഷയത്തിൽ വലിയ വീഴ്ചയാണ് വരുത്തുന്നത്. പലരും പള്ളിയിലേക്ക് വരുന്നത് നല്ല വസ്ത്രങ്ങളായിക്കൊണ്ടല്ല, നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടല്ല. അതുപോലെ തന്നെ
മോശമായ ഗന്ധത്തോടുകൂടി അഴുക്കായിക്കൊണ്ട് അതുപോലെ തന്നെ വൃത്തിയില്ലാത്ത രൂപത്തിൽ നിസ്കാരത്തിൽ വന്നു നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് വലിയ തിരുത്തപ്പെടേണ്ട കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് സാധാരണ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എങ്കിൽ ജുമുഅ നിസ്കാരത്തിന് പ്രത്യേകം ഇതിന് ശ്രേഷ്ഠതയുണ്ട്. നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി ജുമുഅ നിസ്കാരത്തിലേക്ക് വരിക എന്നുള്ളത് ഇത് കൂടുതൽ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ ഒരു കല്യാണത്തിന് പോകുമ്പോൾ എങ്ങനെയുള്ള വസ്ത്രമാണ് നമ്മൾ ധരിക്കുക? കല്യാണത്തിന് പോകുമ്പോൾ ആരെങ്കിലും കടക്കാൻ പോകുമ്പോഴുള്ള ലുങ്കി എടുത്തിട്ട് കല്യാണത്തിന് പോകുമോ? അതല്ലെങ്കിൽ ഏതെങ്കിലും ഫുട്ബോൾ ടീമിന്റെ ജേഴ്സി ഇട്ടിട്ട് ആരെങ്കിലും കല്യാണത്തിന് പോകുമോ? മോശമായ ഗന്ധവുമായി വൃത്തിയില്ലാതെ കല്യാണത്തിന് പോകില്ലേ? ഒരു ഇന്റർവ്യൂവിന് പോകുക എന്ന് വിചാരിക്കുക, ആരെങ്കിലും അങ്ങനെ പോകുമോ? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇദാ ഖാമ അഹദുകും ഫി സ്വലാത്തി ഫഇന്ന അല്ലാഹ ഖിബല വജ്ഹി. നിങ്ങൾ ഒരുവൻ നിസ്കാരത്തിൽ എഴുന്നേറ്റ് നിന്നാൽ അല്ലാഹു നിങ്ങളുടെ മുഖത്തിന് മുന്നിലുണ്ട്, നിങ്ങളുടെ മുൻഭാഗത്ത് അല്ലാഹു ഉണ്ട്. അഥവാ അല്ലാഹുവിന്റെ മുന്നിലാണ് നിങ്ങൾ നിസ്കരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക, അള്ളാഹുവിന് കൊടുക്കേണ്ട സ്ഥാനം, ഇബാദത്തുകൾക്ക് കൊടുക്കേണ്ട സ്ഥാനം അത് നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളമുണ്ട്, മറ്റു കാര്യങ്ങൾക്ക് നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളം സ്ഥാനം നമ്മൾ നൽകുന്നു എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കുക. നാലാമത്തെ ഷർത്ത് ഇസാലത്തുൻ നജാസ, നജസ് നീക്കുക എന്നുള്ളതാണ്. നജസ് നീക്കണം. 3 സ്ഥലങ്ങളിൽ നിന്നും നജസ് നീക്കണം. നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് നജസ് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ വസ്ത്രത്തിൽ നജസ് ഉണ്ടാകാൻ പാടില്ല. ശരീരത്തിൽ നജസ് ഉണ്ടാകാൻ പാടില്ല. ഇത് നീക്കം ചെയ്തുകൊണ്ടായിരിക്കണം, ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ നിസ്കരിക്കേണ്ടത്. ആരെങ്കിലും നജസോടുകൂടി നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം അത് സ്വഹീഹാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, വസിയാബക ഫതഹിർ. സൂറത്തു അൽ മുദ്ദസ്സിറിൽ അല്ലാഹു പറയുകയാണ്, നീ നിന്റെ വസ്ത്രം ശുദ്ധീകരിക്കുക. പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഇത് നജസുകളിൽ നിന്ന് വസ്ത്രം വൃത്തിയാക്കുവാനുള്ള കൽപ്പനയാണ്. ചില സ്വഹാബ വനിതകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, അവരുടെ വസ്ത്രത്തിൽ ആർത്തവ രക്തം അതായിട്ടുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു കൊടുത്തു, തഹുത്തുഹു ثم تقرصه ثم تنضحه بالماء ثم تصلي فيه. അതെന്താണ്? ഉരച്ച് വൃത്തിയാക്കി കളയണം, അതിന്റെ അടയാളങ്ങൾ നീക്കം ചെയ്യണം, എന്നിട്ട് വെള്ളം അതിൽ കുടയണം. ആ നജസ് പൂർണ്ണമായി വൃത്തിയാക്കി നീക്കം ചെയ്തതിന് ശേഷം എന്നിട്ട് ആ വസ്ത്രത്തിൽ നിസ്കരിക്കാം. അപ്പൊ ഈ വിഷയത്തിൽ അലംഭാവം കാണിക്കാൻ പാടില്ല. നജസ് ആയിട്ടുണ്ട് എങ്കിൽ അത് വൃത്തിയാക്കിയതിന് ശേഷമാണ് നിസ്കരിക്കേണ്ടത്. നജസോടുകൂടി നിസ്കരിക്കാൻ പാടില്ല. നജസോടുകൂടി നിസ്കരിക്കാമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയേണ്ട ആവശ്യമല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വൃത്തിയാക്കി പിന്നീട് അതിൽ നിസ്കരിക്കാൻ അവിടുന്ന് കൽപ്പിച്ചതായി കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ, നിസ്കാരത്തിന് മുൻപ് ബാത്റൂമിൽ പോകുമ്പോൾ, മൂത്രമൊഴിക്കുന്ന സന്ദർഭത്തിലൊക്കെ ശ്രദ്ധിക്കുക. നിസ്കാരത്തിന് മുൻപ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അല്ലാത്ത സമയത്തും ശ്രദ്ധിക്കുക. കാരണം നജസ് അത് ശരീരത്തിലേക്ക് ആകുന്നതിൽ അലംഭാവം കാണിക്കുക എന്നുള്ളത് വലിയ ഗുരുതരമായ തെറ്റാണ്. ഖബറിൽ ശിക്ഷക്ക് വരെ കാരണമായേക്കാവുന്ന കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഖബറിന്റെ അരികിലൂടെ നടന്നു പോയപ്പോൾ എന്താ പറഞ്ഞത്? ഈ ഖബറിൽ കിടക്കുന്ന ആളുകൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
അമാ ഇന്നഹുമാ ലയുഅദ്ദബാനി വമാ യുഅദ്ദബാനി ബികബീർ. ആളുകളുടെ മനസ്സിൽ വലിയ ഒരു കാര്യം ചെയ്തുകൊണ്ടല്ല അവർ ഖബറിൽ ശിക്ഷ അനുഭവിക്കപ്പെടുന്നത്. അതിലൊരാൾ ഫകാന ലാ യസ്തതിറു മിൻ ബൗലി, മൂത്രമൊഴിക്കുമ്പോൾ മറ സ്വീകരിക്കുകയുണ്ടായിരുന്നില്ല. പണ്ഡിതന്മാരതിനെ തൗയിൽ ചെയ്തിട്ടുണ്ട്, വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവന്റെ ഔറത്ത് തുറന്നിട്ടിട്ടായിരിക്കും അവൻ എന്ത് ചെയ്യും, ആളുകളെ കാണുന്നതിൽ ഒരു മടിയില്ലാതെ, ആളുകളിൽ നിന്ന് മറല്ലാതെ എന്ത് ചെയ്യും, അവൻ മൂത്രമൊഴിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം, അവൻ മൂത്രമൊഴിക്കുമ്പോൾ അക്രമക്കുമുള്ള അത് അവന്റെ ശരീരത്തിലേക്ക് തെറിക്കുന്നത് അവനത് കാര്യമാക്കുകയില്ല. നമ്മൾ നിസ്കാരത്തിന് മുമ്പ് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുക, ശരീരത്തിലായിട്ടുണ്ടോ വസ്ത്രത്തിലായിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കുക. ആകാൻ സാധ്യതയുണ്ട് എങ്കിൽ, ആയിട്ടുണ്ട് എങ്കിൽ അത് വൃത്തിയാക്കുക. എന്നിട്ട് നിസ്കാരത്തിൽ വന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഇതാണ് നാലാമത്തെ ഷർത്ത്. അഞ്ചാമത്തെ ഷർത്ത് التطهر من الحدث الأكبر والأصغر. വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക എന്നുള്ളത്. ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ വുളു ഇല്ലാത്ത അവസ്ഥ. വുളുവിന്റെ കാര്യം നമ്മൾ മുൻപ് സൂചിപ്പിച്ചതാണ്. അപ്പൊ വുളു മുറിഞ്ഞിട്ടുണ്ട് എങ്കിൽ വുളു എടുക്കുക. വുളു ഇല്ലാതെ നിസ്കാരം ശരിയാകുകയില്ല. വലിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ ജനാബത്തിൽ നിന്ന് ശുദ്ധിയാവുക. വലിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ ജനാബത്തിൽ നിന്ന് ശുദ്ധിയാവുക. ജനാബത്ത് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ കുളിച്ചുകൊണ്ട് ജനാബത്തിൽ നിന്ന് ശുദ്ധിയായതിനു ശേഷം മാത്രം നിസ്കരിക്കുക. ജനാബത്തുകാരൻ കുളിക്കാതെ അവന്റെ നിസ്കാരം ശരിയാവുകയില്ല. വുളു ഇല്ലാതെ നിസ്കാരം ശരിയാവുകയില്ല. ലാ യഖ്ബലുല്ലാഹു സ്വലാത അഹദികും ഇദാ അഹ്ദസ ഹത്താ യതവദ്ദ. ഒരുവൻ അവൻ അശുദ്ധിയിലായാൽ അവൻ വുളു എടുക്കുന്നത് വരെ അള്ളാഹു അവന്റെ നിസ്കാരം സ്വീകരിക്കുകയില്ല. ലാ യഖ്ബലുല്ലാഹു സ്വലാതൻ ബിഗൈരി തുഹൂർ. ശുദ്ധിയില്ലാതെ അള്ളാഹു നിസ്കാരം അത് സ്വീകരിക്കുകയില്ല. അപ്പൊ വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും നമുക്ക് എന്ത് വേണം? നമുക്ക് ശുദ്ധി ഉണ്ടായിരിക്കണം. അള്ളാഹു പറയാണ്, വഇൻ കുൻതും ജുനുബൻ ഫത്തഹറൂ. നിങ്ങൾ ജനാബത്തുകാരൻ ആണ് എങ്കിൽ നിങ്ങൾ ശുദ്ധീകരിക്കുക അഥവാ കുളിക്കുക. എങ്ങനെയാണ് ഒരുവൻ ജനാബത്തുകാരനാവുക? ഒരുപാട് ആളുകൾക്ക് അറിയാത്തൊരു വിഷയമാണ്. എന്താണ് ജനാബത്ത് എന്ന് പറഞ്ഞാൽ? പഠിച്ചിരിക്കേണ്ട വിഷയമാണിത്. ഇതിൽ നമുക്ക് ലജ്ജ ആവശ്യമല്ല. ജനാബത്തുകാരനാവുക എന്നുള്ളത് അവനിൽ നിന്ന് അത് മനി പുറത്തു പോയാൽ അവൻ ജനാബത്തുകാരനാവും. അവന്റെ ശരീരത്തിൽ നിന്ന് മനി പുറത്തേക്ക് പോയാൽ ഖുറൂജുൽ മനി, അത് പുറത്തേക്ക് അവന് സ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ ജനാബത്തുകാരനാകും. അപ്പോ സ്ഖലനം സംഭവിക്കുക എന്നുള്ളത് പല രൂപത്തിലുണ്ടാകും. ഒന്നല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലൂടെ സംഭവിക്കാം, അതല്ല എങ്കിൽ സ്വപ്നസ്ഖലനത്തിലൂടെ സംഭവിക്കാം, അതല്ല എങ്കിൽ രോഗം കാരണം സംഭവിക്കും. ചില ആളുകൾക്ക് രോഗമുണ്ടായിരിക്കും, അവരറിയാതെ പ്രത്യേകിച്ച് ആസ്വാദനമില്ലാതെ എന്ത് ചെയ്യും, സ്ഖലനം സംഭവിക്കും, ബീജം പോകും. അപ്പൊ ഇങ്ങനെ അറിയാതെ രോഗം മൂലം സ്ഖലനം സംഭവിക്കുന്ന ആളുകൾ അവരുടേത് ജനാബത്തായി കൂട്ടുകയില്ല. ശരിയായ അഭിപ്രായ പ്രകാരം അത് ജനാബത്തായി കണക്കാക്കുകയില്ല. അതല്ലാതെ ഒരുവന് സ്വപ്നസ്ഖലനം ഉണ്ടായി, അതല്ലെങ്കിൽ അവൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് സ്ഖലനം സംഭവിച്ചു, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവന് സ്ഖലനം സംഭവിച്ചാൽ, മനി പുറത്തേക്ക് വന്നാൽ അവൻ ജനാബത്തുകാരൻ, അവൻ നിർബന്ധമായും കുളിക്കണം. അതുപോലെ തന്നെ ഒരുവൻ സ്വയംഭോഗം ചെയ്യാണ്, ഹറാമായ കാര്യമാണ്, ചെയ്യാൻ പാടില്ല, കുറ്റകരമായ കാര്യമാണ്, വൻപാപമാണ്.
പക്ഷെ ഒരുവൻ അങ്ങനെ ചെയ്താൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് കുളിക്കേണ്ടതില്ല എന്ന് പറയാൻ പാടില്ല, അങ്ങനെ കരുതാൻ പാടില്ല. അത് ആസ്വദിച്ചുകൊണ്ട് അവനിൽ നിന്ന് സ്ഖലനം സംഭവിച്ചാൽ, കരുതി കൂട്ടി അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുളിക്കണം. സ്വയംഭോഗം ഹറാമാണ് എന്ന വിഷയത്തിൽ സംശയമില്ല. എന്നാൽ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ കുളി നിർബന്ധമാണ്. അപ്പൊ ഇങ്ങനെ ഒരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ 3 സാഹചര്യങ്ങൾ ഉണ്ടായാൽ, ഈ 3 സാഹചര്യത്തിലൂടെ സ്ഖലനം ഉണ്ടായിക്കഴിഞ്ഞാൽ, മനി പുറത്തേക്ക് വന്നാൽ അവൻ ജനാബത്തുകാരനായി കുളിക്കാതെ നിസ്കാരം ശരിയാവുകയില്ല. എന്നാൽ ഒരുവന് സ്ഖലനം സംഭവിച്ചില്ല, മനി പുറത്തേക്ക് വന്നില്ല, പക്ഷെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എങ്കിൽ അവനും ജനാബത്തുകാരനാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ സ്ഖലനം സംഭവിക്കുക എന്നുള്ളത് നിബന്ധനയല്ല ജനാബത്തുകാരനാകാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം, ഒരു പുരുഷൻ അവൻ സ്ത്രീയിലേക്ക് സമീപിച്ചു, അവന്റെ ലൈംഗിക അവയവത്തിന്റെ തുടക്കഭാഗം സ്ത്രീയുടെ ലൈംഗിക അവയവവുമായി സ്പർശിച്ചു കഴിഞ്ഞാൽ, അതിന്റെ തുടക്കഭാഗം അത് ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ തന്നെ ജനാബത്തുകാരനാകും. അവിടെ സ്ഖലനം സംഭവിക്കുക എന്നുള്ളത് അതിന്റെ ആവശ്യമല്ല. ജനാബത്തുകാരനായാൽ, ജനാബത്തുകാരനാകുന്നതിനു വേണ്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് സ്ഖലനം സംഭവിക്കണമെന്നില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഭാര്യയും ഭർത്താവും ജനാബത്തുകാരായവർ കുളിക്കൽ നിർബന്ധമാണ്. ഈ രൂപത്തിൽ ജനാബത്തുകാരനായാൽ അവൻ കുളിക്കണം. ഈ രൂപത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ 2 നമ്മൾ ഈ വിശദീകരിച്ച സ്ഖലനം സംഭവിക്കുമ്പോൾ, അതുപോലെ തന്നെ സ്ഖലനം സംഭവിച്ചിട്ടില്ല എങ്കിലും ജിമാഅ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതോടുകൂടി കുളി നിർബന്ധമായി ജനാബത്തുകാരനായി. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. പല ആളുകളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടും സ്ഖലനം സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ജനാബത്തുകാരനായ അല്ല, കുളിക്കേണ്ടതില്ല എന്ന ധാരണയിൽ നടക്കുന്ന ആളുകളുണ്ട്, ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായി മനസ്സിലാക്കുക. അങ്ങനെ ഒരുവൻ ജനാബത്തുകാരനായാൽ അവന്റെ മേൽ കുളി നിർബന്ധമാണ്. വഇൻ കുൻതും ജുനുബൻ ഫത്തഹറൂ, നിങ്ങൾ ജനാബത്തുകാരനാണ് എങ്കിൽ നിങ്ങൾ ശുദ്ധിയാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തിൽ അത് ഉൾപ്പെടുമെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അതുപോലെ തന്നെ 6ാമത്തെ ഷർത്ത് അന്നിയ്യ, നിയ്യത്ത് ഉണ്ടായിരിക്കുക. നിയ്യത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിയ്യത്ത് ഇല്ലാതെ നിസ്കാരം സ്വഹീഹാവുകയില്ല. നിയ്യത്ത് എല്ലാ അമലുകളുടെയും നിബന്ധനയാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. അമലുകൾ അത് പരിഗണിക്കപ്പെടുക, അത് അല്ലാഹു സ്വീകരിക്കുക, അതിനെ പ്രതിഫലം നൽകപ്പെടുക. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്ത് പരിഗണിച്ചാണ്? നിയ്യത്ത് പരിഗണിച്ചാണ്. ഒരുവൻ എന്താണോ നിയ്യത്താക്കിയത് അത് മാത്രമേ അവന് ഉണ്ടായിരിക്കുകയുള്ളൂ. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. പല ആളുകൾക്കും ഈ നിയ്യത്തിന്റെ വിഷയത്തിൽ വലിയ വസ്വാസം ഉണ്ടാകുന്നതായി കാണാം. ഒരു വസ്വാസിന്റെ ആവശ്യമില്ല. 2 ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? നിയ്യത്തായി. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത്? ഖലാസ്. എന്താണ് ചെയ്യുന്നത്? നിസ്കരിക്കാൻ. ആർക്കു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയാണ്. നിയ്യത്ത് എന്ന് പറഞ്ഞ ഉദ്ദേശം എന്നുള്ളതാണ്. ആ ഉദ്ദേശം, അതിന്റെ സ്ഥാനം വന്നിയതു മഹല്ലുഹ അൽ ഖൽബ്. നിയ്യത്തിന്റെ സ്ഥാനം എവിടെയാണ്? ഹൃദയമാണ്, നാവല്ല. അതുകൊണ്ട് തന്നെ നിയ്യത്ത് ചൊല്ലി പറയുക, അതല്ലെങ്കിൽ നിയ്യത്ത് ആവർത്തിക്കുക, അതല്ലെങ്കിൽ നിയ്യത്ത് ഉറക്കം പറയുക എന്നുള്ളത് അതൊക്കെ ബിദ്അത്തിൽപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ ഇത് പഠിപ്പിച്ചിട്ടില്ല. നിയ്യത്ത് ചൊല്ലി പറയാ, നവൈതു സ്വലാത്ത ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല,
അതല്ലെങ്കിൽ നവൈതു സ്വലാത്ത അദ്ദുഹരി, നവൈതു സൗമ ഗദീൻ എന്നങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അമലുകളുടെ നിയ്യത്ത് അത് ചൊല്ലി പറയുക. ഇത് ബിദ്അത്താണ്. കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. അവർ പഠിപ്പിക്കാത്തത് അത് ബിദ്അത്തുകളിൽപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിയ്യത്ത് ചൊല്ലി പറയുക എന്നുള്ളത് അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന ബിദ്അത്തുകളിൽപ്പെട്ട കാര്യമാണ്. നിയ്യത്ത് ചൊല്ലി പറയുക നല്ലൊരു കാര്യമാണ്, ദീനിൽപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ സ്വഹാബത്ത് റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ അവർ എന്ത് തന്നെ ആണെങ്കിലും ചെയ്യുമായിരുന്നു. ചെയ്തു കാണിച്ചിട്ടില്ല. അപ്പൊ ചില ആളുകൾ ചോദിക്കും, ഉംറയിൽ നിയ്യത്ത് ചൊല്ലി പറയുണ്ടല്ലോ, ഉംറയിൽ നമ്മൾ എന്താ പറയുക, ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്ത് എന്ന് പറയും. ഉലമാക്കൾ പറഞ്ഞു അത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രല്ല അത് ചൊല്ലി പറയൽ നിയ്യത്തല്ല, നിയ്യത്തിനോടൊപ്പം അതൊരു അമൽ കൂടിയാണത്. അത് പറയാന്നുള്ളത് ഒരു അമലാണ്. അപ്പോ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് ഉംറയിൽ അത് ചൊല്ലുക എന്നുള്ളത് മറ്റെല്ലാ അമലുകൾക്ക് ഇതുപോലെ നിയ്യത്ത് ചൊല്ലി പറയാനുള്ള തെളിവല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഉംറയുടെ ഒരു അമലാണ്, അതല്ല നിയ്യത്ത് ചൊല്ലി പറയലല്ല. ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് ഉംറക്ക് മുമ്പ് ചൊല്ലണം, ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ചൊല്ലണം എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു അമലുകളുടെ കാര്യത്തിലും അത് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിയ്യത്ത് ചൊല്ലി പറയുക എന്നുള്ളത് സുന്നത്തിൽപ്പെട്ട കാര്യമല്ല, ഇത് ബിദ്അത്താണ്. കൂടുതൽ വസ്വാസ് ഉണ്ടാക്കുക ചെയ്യുള്ളൂ. കൂടുതൽ വസ്വാസിലേക്കും സംശയത്തിലേക്കും അത് എത്തിക്കും എന്നുള്ളത് കൊണ്ട് അത് നമ്മൾ ചെയ്യേണ്ടതില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ചെയ്തിട്ടില്ല. ഇതാണ് സഹോദരങ്ങളെ നിസ്കാരത്തിന്റെ 6 നിബന്ധനകൾ. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കുക. അടുത്തതായി നിസ്കാരത്തിന്റെ റുക്നുകളാണ്. കണ്ടില്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഷർത്തുകളാണ്. നമ്മൾ ആദ്യം പറഞ്ഞു ഷർത്തുകൾ നിസ്കാരത്തിന്റെ പുറത്തായിരിക്കും, നിസ്കാരവുമായി അതിന് ഉള്ളിൽ ബന്ധം ഉണ്ടാകൂല. എന്നാൽ റുക്നുകൾ അത് നിസ്കാരത്തിന്റെ ഉള്ളിലായിരിക്കും. റുക്നുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരുവൻ ആ റുക്ന് മനഃപൂർവമോ അതല്ലെങ്കിൽ മറവി കാരണമോ ഉപേക്ഷിച്ചാൽ നിസ്കാരം മടക്കേണ്ടി വരും, നിസ്കാരം ബാത്തിലാകും. റുക്നുകൾ ഒരുവൻ മനഃപൂർവ്വം ഉപേക്ഷിച്ചു, അതല്ലെങ്കിൽ മറന്നുകൊണ്ട് ഉപേക്ഷിച്ചു. ഇങ്ങനെ 2 രീതിയിലും റുക്നുകൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എന്താകും? നിസ്കാരം ബാത്തിലാകും, നിസ്കാരം മടക്കണം. അതാണ് റുക്നുകൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിസ്കാരത്തിന്റെ ഒന്നാമത്തെ റുക്ൻ അൽ ഖിയാമു മഅൽ ഖുദ്റ. ഒന്നാമത്തെ റുക്ൻ കഴിവുള്ള ആളുകൾ നിന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ്. കഴിവുള്ള ആളുകൾ എന്ത് ചെയ്യണം? കഴിവുണ്ടെങ്കിൽ നിന്ന് തന്നെ നിസ്കരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖൂമു ലില്ലാഹി ഖാനിതീൻ. അല്ലാഹുവിനോട് ഭയഭക്തിയുള്ള ആളുകളായി നിങ്ങൾ നിൽക്കുക. അതാണ് അടിസ്ഥാനം. കഴിവുണ്ടെങ്കിൽ നിൽക്കണം. ഇനി നിൽക്കാൻ കഴിയില്ലെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലി ഖായിമൻ. നിങ്ങൾ എന്ത് ചെയ്യുക? നിന്ന് നിസ്കരിക്കുക. ഫഇൻ ലം തസ്തതി', അതിന് കഴിയില്ല എങ്കിൽ ഫഖായിദൻ, ഇരുന്ന് നിസ്കരിക്കുക. ഫഇൻ ലം തസ്തതി', അതിനും കഴിയില്ലെങ്കിലോ ഫഅലാ ജംബി, നിസ്കരിക്കണ്ടെന്നല്ല, കിടന്നുകൊണ്ട് നിസ്കരിക്കണം. ഒരുവൻ കിടക്കുകയാണ്, കിടന്നിട്ടും അവന് വിരലും കൈയൊന്നും അനക്കാൻ പറ്റുന്നില്ല, എങ്ങനെ നിസ്കരിക്കണം? പണ്ഡിതന്മാർ പഠിപ്പിച്ചു, അവന്റെ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചിട്ടെങ്കിലും അവൻ നിസ്കരിക്കണം. നിസ്കാരം അതിന്റെ സമയമായാൽ നിസ്കാരം അതൊഴിവാക്കാൻ യാതൊരു നിർവാഹവുമില്ല. എങ്ങനെയാണോ നിസ്കരിക്കാൻ സാധിക്കുന്നത് അതുപോലെ നിസ്കരിക്കണം. നിൽക്കാൻ കഴിയുന്ന ആളുകൾ നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കണം. അതിന് കഴിയില്ല എങ്കിലാണ് ഇരിക്കാനും കിടക്കാനുമെല്ലാം അനുവാദമുള്ളൂ.
എന്നാൽ ഒരുവന് സുന്നത്ത് നിസ്കാരങ്ങളിൽ എന്ത് ചെയ്യാം? ഇരുന്ന് നിസ്കരിക്കാം. സുന്നത്ത് ഇരുന്നുകൊണ്ട് നിസ്കരിച്ചാൽ അത് സ്വഹീഹാണ്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുവൻ പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ലാതെ വെറുതെ ഇരുന്ന് സുന്നത്ത് നിസ്കരിച്ചാൽ അവന് നിന്ന് നിസ്കരിച്ചവനേക്കാൾ പകുതി പ്രതിഫലം ഉണ്ടാകുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, സ്വലാത്തുൽ ഖാഇദി അലാ നിസ്ഫി അജ്രി സ്വലാത്തിൽ ഖായിം. നിസ്കരിക്കുന്നവൻ അവന്റെ നിസ്കാരത്തിന്റെ പകുതി പ്രതിഫലമേ ഇരുന്ന് നിസ്കരിക്കുന്നവൻ ഉണ്ടാവുകയുള്ളൂ. പ്രത്യേകിച്ച് എഴുതുറൊന്നുമില്ലാതെ വെറുതെ ഒരാൾ ഇരുന്നുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കുകയാണ് എങ്കിൽ, എഴുതുറുണ്ട് എങ്കിൽ അവന് പൂർണ്ണ പ്രതിഫലം ലഭിക്കും. രോഗിയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മരിദൽ അബ്ദു ഔ സാഫറ കുതിബ ലഹു മാ കാന യഅമലു മുഖീമൻ സ്വഹീഹൻ. ഒരുവൻ രോഗിയായാൽ അവൻ ആരോഗ്യവാനായിരിക്കെ ചെയ്യുന്ന അതേ പ്രതിഫലം അവന് രേഖപ്പെടുത്തപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല ആളുകളും ഇരുന്ന് നിസ്കരിക്കുന്ന വിഷയത്തിൽ അലസത കാണിക്കുന്നതായി കാണാൻ സാധിക്കും. നിന്ന് നിസ്കരിക്കാൻ കഴിവുള്ള ആളുകൾ എന്ത് ചെയ്യാണ്? കസേരയിൽ നടന്നു വന്നിട്ട് എന്ത് ചെയ്യും? പള്ളി വന്നിട്ട് ചെയറെടുത്ത് സൊഫയിലിട്ട് നിസ്കരിക്കും. നടന്നു വരാൻ പ്രയാസമല്ല, പക്ഷേ നിസ്കാരത്തിൽ എന്ത് ചെയ്യുക? അതെന്തോ അനുവദിച്ച കാര്യമാണ്. ഫർദ് നിസ്കാരത്തിൽ ഇനിയിപ്പോൾ നിന്നിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന ധാരണയിൽ എന്ത് ചെയ്യണം? ഇരുന്ന് നിസ്കരിക്കാൻ. ചില ആളുകൾക്ക് ചിലപ്പോൾ റുക്കൂഇലേക്ക് പോകാൻ, ചിലപ്പോൾ സുജൂദിലേക്ക് പോകാൻ മാത്രമേ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവനെന്ത് ചെയ്യും? ആദ്യം മുതലേ ഇരുന്ന് നിസ്കരിക്കും. അങ്ങനെയല്ല, നിൽക്കാൻ കഴിയുമ്പോഴെല്ലാം നിൽക്കണം. ശരിയായ രൂപത്തിൽ നിസ്കാരം നിർവഹിക്കാൻ കഴിയുന്ന സന്ദർഭത്തിലൊക്കെ എന്ത് ചെയ്യണം? അങ്ങനെ തന്നെ ചെയ്യണം. ചില ആളുകൾക്ക് കുറെ നേരം നിൽക്കാനായിരിക്കും പ്രയാസം. അപ്പോൾ അവനെന്താ എപ്പോൾ ഇരിക്കാം. പക്ഷെ സുജൂദും റുക്കുവും ഒക്കെ ശരിക്കും ചെയ്യാൻ പറ്റും, സാധാരണ പോലെ ചെയ്യാം. ചില ആളുകൾക്ക് റുക്കുഇലേക്ക് പോകാൻ, അല്ലെങ്കിൽ സുജൂദിലേക്ക് പോകാനായിരിക്കും പ്രയാസം, നിൽക്കാൻ പ്രയാസം ഉണ്ടാകൂല. അപ്പോൾ അവൻ എന്ത് ചെയ്യാൻ? നിൽക്കുക, ശരിയായി നിൽക്കുക. റുക്കുഇലേക്കും സുജൂദിലേക്കും പോകുമ്പോൾ മാത്രം ഇരിക്കുക. ഇങ്ങനെയാണ് ഈ വിഷയത്തിൽ ചെയ്യേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അതാണ് ഒന്നാമത്തെ റുക്കുൻ. രണ്ടാമത്തെ റുക്കുൻ തക്ബീറത്തുൽ ഇഹ്റാം. ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം. ഇത് റുക്കിനിൽപ്പെട്ട കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിസ്കാരം തെറ്റിച്ച വ്യക്തിയോട് ഫകബ്ബിർ, നീ തക്ബീർ കെട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹ്രീമുഹ തക്ബീർ. നിസ്കാരത്തിന്റെ തഹ്രീം അത് തക്ബീറാണ്. അഥവാ മറ്റെല്ലാ കാര്യങ്ങളും ഹറാമാകുന്നത്, നിസ്കാരത്തിന് പുറമെയുള്ള കാര്യങ്ങൾ നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ല. അതെപ്പോൾ മുതലാണ് ആരംഭിക്കുന്നത്? തക്ബീർ മുതലാണ്. തക്ബീറത്തുൽ ഇഹ്റാം എന്നുള്ളത് ഒന്നാമത്തെ തക്ബീർ, അത് റുക്നാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരുവൻ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ ഇമാം ചിലപ്പോൾ റുക്കൂഇലായിരിക്കും. ഇപ്പം എന്ത് ചെയ്യണം? നേരെ പോയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നേരെ റുക്കൂഇലേക്ക് പോകും. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല, ഒരുവൻ റുക്കൂഇലായിരിക്കെ തക്ബീർ ചൊല്ലിയാൽ അത് ശരിയാവുകയില്ല. നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? തക്ബീർ കെട്ടി പിന്നെ റുക്കൂഇലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് അഫ്ദലായ രൂപം? നമ്മൾ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ ഇമാം റുക്കൂഇലാണെന്ന് കരുതി അങ്ങനെ നമ്മൾ കൈകെട്ടേണ്ടത്? എങ്ങനെയാണ് നിസ്കാരം ആരംഭിക്കേണ്ടത്? ആദ്യം വന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുക, എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? റുക്കൂഇലേക്ക് പോവുക. അതല്ല നേരെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് റുക്കൂഇലേക്ക് പോകൽ, അത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് സ്വഹാബത്തിന്റെ അരികിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തെ റുക്കുൻ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സ്വലാത ലിമൻ ലം യഖറ ബിഉമ്മിൽ ഖുർആൻ.
ഉമ്മുൽ ഖുർആൻ അഥവാ ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല. അത് നിർബന്ധമായ കാര്യമാണ്. പ്രത്യേകിച്ചും ഇമാമ് നിൽക്കുന്നയാളും ഒറ്റക്ക് നിൽക്കുന്നയാളും എന്ത് ചെയ്യണം? ഫാത്തിഹ നിർബന്ധമായി ഓതണം. എന്നാൽ മഅ്മൂമീങ്ങൾ ഫാത്തിഹ ഓതൽ നിർബന്ധമാണോ അല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ഹദീസുകളിൽ ഇമാമിന്റെ ഫാത്തിഹ പാരായണം അത് തന്നെ മഅ്മൂമിനും മതിയായതാണ് എന്ന അർത്ഥത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മഅ്മൂമിന് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യൽ നിർബന്ധമല്ല. എന്നാൽ ഇമാമിനും ഒറ്റക്ക് നിൽക്കുന്ന ആൾക്കും അത് പാരായണം ചെയ്യൽ നിർബന്ധമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. സൂറത്തുൽ ഫാത്തിഹ അത് റുക്നാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ ആർക്കെങ്കിലും വ്യക്തമായ തെറ്റ് ഉണ്ട് എങ്കിൽ അഥവാ അതിന്റെ അർത്ഥം മാറ്റുന്ന രൂപത്തിൽ, അർത്ഥം അതിൽ വ്യത്യാസം വരുത്തുന്ന രൂപത്തിലുള്ള അബദ്ധം സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ അവന്റെ നിസ്കാരം ശരിയാവുകയില്ല. അതുകൊണ്ട് നമ്മൾ പരിശോധിക്കണം. സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ അർത്ഥം വ്യത്യാസപ്പെടുന്ന രൂപത്തിലുള്ള തെറ്റ് നമ്മളെ പാരായണത്തിലുണ്ടോ നമ്മൾ പരിശോധിക്കണം. അറിയാത്ത ആളുകൾക്ക് ഓതി കൊടുത്ത് നമ്മൾ ശരിയാക്കണം. കാരണം നിസ്കാരം ശരിയാകൂല, നിസ്കാരം ശരിയാവുകയില്ല. സൂറത്തുൽ ഫാത്തിഹ ഓതുക എന്നുള്ളത് റുക്നാണ്. അതുകൊണ്ട് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ നന്നായി പഠിക്കുക. അറിയുന്ന ആൾക്ക് പള്ളിയിലെ ഇമാമിന് ഓതിക്കൊടുത്ത് തെറ്റുകളുണ്ട് എങ്കിൽ ശരിയാക്കുന്ന പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. കുറച്ച് സമയം നമ്മൾ അതിനുവേണ്ടി മാറ്റിവെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും. ഫാത്തിഹയിൽ തെറ്റുകളില്ലാതെ ഓതാൻ നമ്മൾ ശ്രദ്ധിക്കുക. നാലാമത്തെ റുക്ന് റുക്കൂഅാണ്. റുക്കൂഇലേക്ക് പോവുക എന്നുള്ളത്, റുക്കൂഅ ചെയ്യുക എന്നുള്ളത് റുക്നാണ്. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു റുക്അൂ, മുഅ്മിനീങ്ങളെ നിങ്ങൾ റുക്കൂഅ ചെയ്യുക. അല്ലാഹു കൽപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല നിസ്കാരം തെറ്റിച്ചവനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ ർകഅ ഹത്താ തത്മഇന്ന റാകിഅൻ, നീ റുക്കൂഅ ചെയ്യുക. ശരിയായ ഒരു റുക്കൂഅ ചെയ്യുന്നവൻ അവനെ പോലെ നീ റുക്കൂഅ ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് കൽപ്പിച്ചതായി കാണാൻ സാധിക്കും. റുക്കൂഇന് രണ്ട് രൂപങ്ങളുണ്ട്. ഒരു രൂപം നിർബന്ധമായ രൂപമാണ്, അത് ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ അഫ്ദലായ സുന്നത്തായ പരിപൂർണമായ രൂപവുമുണ്ട്. പരിപൂർണമായ രൂപം ഒരുവൻ അവന്റെ മുതുക് അത് താഴ്ത്തി അത് താഴേക്കാക്കി അവന്റെ കൈപ്പത്തികൾ കൊണ്ട് മുട്ടുപിടിച്ച് അവന്റെ മുതുക് വളയാത്ത രൂപത്തിൽ മുസ്തഖീമായ രീതിയിൽ, വളയാതെ പൊളയാതെ കൃത്യമായ രീതിയിൽ നിൽക്കുക. ഇതാണ് റുക്കൂഇന്റെ ശരിയായ രൂപം, പൂർണ്ണമായ രൂപം. എന്നാൽ നിർബന്ധമായ രൂപമുണ്ട്. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവൻ റുക്കൂഅ ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ രൂപം? ഒരുവൻ കുനിഞ്ഞ് അവന്റെ കൈകൾ നീട്ടിക്കഴിഞ്ഞാൽ ആ കൈകൾ മുട്ടിൽ പിടിക്കാൻ പറ്റുന്ന രൂപത്തിൽ ആരെങ്കിലും കുനിഞ്ഞു കഴിഞ്ഞാൽ അവൻ റുക്കൂഅ ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ്. ഒരുവൻ കുനിഞ്ഞാൽ ഈ രണ്ട് കൈകളും നീട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? മുട്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ ഈ രൂപത്തിൽ കുനിഞ്ഞാൽ ഒരുവനെ റുക്കൂഅ ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ രൂപത്തിൽ പോലും കുനിയാത്തവന്റെ റുക്കൂഅ ശരിയല്ല. കുനിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൈകളും നീട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? രണ്ട് കൈപ്പത്തികൾ കൊണ്ട് മുട്ട് പിടിക്കാൻ പറ്റുന്നില്ല. അത്രയും ചെറുതായിട്ടേ കുനിഞ്ഞിട്ടുള്ളൂ എങ്കിൽ അവന്റെ റുക്കൂഅ ശരിയല്ല. എന്നാൽ അവന്റെ മുട്ടുകൾ കൈപ്പത്തികൾ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് കുനിഞ്ഞിട്ടുള്ളത് എങ്കിൽ അത് റുക്കൂഅ അവൻ ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അഞ്ചാമത്തെ റുക്ന് റുക്കൂഇൽ നിന്ന് ഉയരുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അത് കാണാൻ സാധിക്കും. ആറാമത്തെ റുക്ന് റുക്കൂഇൽ നിന്ന് ഉയർന്നതിന് ശേഷം ശരിയായി ഇഅ്തിദാലിൽ നിൽക്കുക എന്നുള്ളതാണ്. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏഴാമത്തെ റുക്ന് സുജൂദാണ്.
ഏഴാമത്തെ റുക്ന് സുജൂദാണ്. 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യൽ. 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യൽ അത് റുക്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമിർതു അൻ അസ്ജുദ അലാ 7 അഅദും. 7 അവയവങ്ങൾ അതിന്മേൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അലൽ യദൈനി വറുക്ബതൈൻ, 2 കൈപ്പത്തികൾ, 2 കാൽമുട്ടുകൾ, വഅത്റാഫിൽ ഖദമൈൻ, കാൽപാദങ്ങളുടെ അറ്റങ്ങൾ, അതുപോലെ തന്നെ വൽ ജബ്ഹ, നെറ്റി. ഈ 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കപ്പെട്ട കാര്യമാണ് എന്ന് അവിടുന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇപ്പൊ ജബ്ഹ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂക്കിനെ കൂടി ചൂണ്ടിയതായി കാണാൻ സാധിക്കും. അപ്പോ ജബ്ഹ നെറ്റിയാണ് അഫൽ. നെറ്റി മുട്ടണം, അതിനെ തുടർന്ന് എന്ത് ചെയ്യണം? മൂക്കും മുട്ടണം. ഈ 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യണം. ഈ 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യാത്തവൻ അവന്റെ സുജൂദ് എന്തല്ല, അത് ശരിയല്ല. അവന്റെ സുജൂദ് ശരിയല്ല. ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ? സുജൂദ് ചെയ്യുമ്പോൾ 2 കാൽപാദങ്ങൾ ഇങ്ങനെ വെക്കണം എന്നറിയോ. ഒരു കാൽപാദം എന്ത് ചെയ്യും? അത് ഉയർത്തിയിട്ട് മറ്റേ കാലിന്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ചില ആളുകൾ വെക്കുന്നതായി കാണാൻ സാധിക്കും. സുജൂദ് ശരിയാവൂല. ഇപ്പൊ എന്ത് ചെയ്യണം? 2 കാൽപാദങ്ങളുടെ അത്റാഫ്, അറ്റവും എന്ത് ചെയ്യണം? ഭൂമിയിൽ തട്ടിയിരിക്കണം. അങ്ങനെ ഈ പറഞ്ഞത് രൂപത്തിൽ കാൽപാദം 2ഉം തട്ടാതെ ആരെങ്കിലും സുജൂദ് ചെയ്താൽ അവന്റെ സുജൂദ് ശരിയാവുകയില്ല, അവന്റെ നിസ്കാരം ബാത്തിലാകും എന്നുള്ളതാണ്. 8ാമത്തെ റുക്ൻ സുജൂദിൽ നിന്ന് ഉയരുക. 9ാമത്തെ റുക്ൻ 2 സുജൂദുകൾക്കിടയിൽ ഉള്ള ഇരുത്തം. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാൻ സാധിക്കും. 10ാമത്തെ റുക്ൻ 2ാമത്തെ തശഹുദാണ്. 2ാമത്തെ തശഹുദാണ് റുക്ന്. 1ാമത്തെ തശഹുദോ അത് വാജിബാണ്, റുക്നല്ല. 2ാമത്തെ തശഹുദാണ് റുക്ന് ആയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ല അഹദുകും ഫൽയഖുൽ അത്തഹിയാതു ലില്ലാഹ്. ഒരു നിസ്കരിച്ചു കഴിഞ്ഞാൽ തശഹുദിൽ എന്ത് ചെയ്യണം? ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. നമുക്കറിയാം, അത്തഹിയാതു ലില്ലാഹി വസ്സലവാതു ത്വയ്യിബാത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇതാണ് ലഫ്ള്, ഇതാണ് തശഹുദിന്റെ ലഫ്ള്. അപ്പൊ ഈ 2ാമത്തെ തശഹുദ് അത് റുക്നിൽപ്പെട്ട കാര്യമാണ്. അതാണ് 10ാമത്തെ റുക്ൻ. 11ാമത്തെ റുക്ൻ തശഹുദിനും സലാം വീട്ടാൻ വേണ്ടിയും ഇരിക്കുക എന്നുള്ളതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്. 12ാമത്തെ റുക്ൻ അത്ത്മഅനീനതു ഫിസ്സലാഹ്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്ത്മഅനീനതു ഫിസ്സലാഹ്, നിസ്കാരത്തിൽ അച്ചടക്കം ഉണ്ടായിരിക്കുക എന്നുള്ളത് പല ആളുകളും തെറ്റിക്കുന്ന റുക്നാണ്. എന്താണ് തുമഅനീനത്ത് എന്ന് പറഞ്ഞാൽ? തുമഅനീനത്ത് ഓരോ റുക്നിലും ആ റുക്നിലെ അവയവങ്ങൾ അച്ചടക്കത്തോടുകൂടി വളരെ കുറഞ്ഞ സമയമെങ്കിലും നിലയുറപ്പിക്കുക എന്നുള്ളതാണ് എന്ത്? തുമഅനീനത്ത്. അവയവങ്ങൾ, ഓരോ അവയവങ്ങളും അച്ചടക്കത്തോടുകൂടി നിലയുറപ്പിക്കുക. കുറഞ്ഞ സമയമാണെങ്കിൽ റുക്വ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ റുക്വന്റെ സന്ദർഭത്തിൽ അച്ചടക്കത്തോടുകൂടി വളരെ കുറഞ്ഞ സമയത്താണെങ്കിലും നിലയുറപ്പിക്കുക എന്നുള്ളതാണ് തുമഅനീനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പല ആളുകളും കളയുന്ന ഒരു കാര്യമാണ്, ഒരു റുക്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ ഒന്നും തെറ്റിച്ച് നിസ്കരിച്ച ആൾക്ക് നഷ്ടപ്പെട്ട റുക്ൻ ഏതാ? ഈ തുമഅനീനത്താണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇങ്ങനെ നിസ്കരിച്ച് മരിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലായിരിക്കില്ല. അതേതാ? അവിടെ പാഴാക്കിയ റുക്ൻ ഏതാണ്? തുമഅനീനത്താണ്.
അച്ചടക്കം പാലിക്കുക. കോഴി കൊത്തുന്നത് പോലെ നിസ്കരിക്കുന്ന ചില ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അച്ചടക്കമില്ലാതെ നിസ്കരിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഏതൊരു റുക്നിലും അതിൻ്റെതായ അവയവങ്ങൾ കുറച്ച് സമയമെങ്കിലും നിലയുറപ്പിക്കുക എന്നുള്ളതാണ് തുമഅനീനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുമഅനീനത്ത് നഷ്ടപ്പെട്ട ആളുകൾ അവരെന്ത് എങ്ങനെ കൈകെട്ടും, റുക്വയിലേക്ക് ഉയർന്ന് താഴ്ന്നു പറയാൻ പറ്റില്ല, അപ്പോഴേക്കും ഉയരും. സുജൂദിലേക്ക് പോയി എന്ന് പറയാം, അപ്പോഴേക്കും ഇരുത്തത്തിലേക്ക് വരും. അടുത്ത സുജൂദിലേക്ക് പോയി വീണ്ടും സുജൂദ് പൂർത്തിയാകണതിന് മുമ്പ് ഉയരും. ഇങ്ങനെ നിസ്കരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉദാഹരണം വളരെ അനുയോജ്യമായ ഉദാഹരണം. എന്താണ്? കോഴി കൊത്തുന്ന പോലെ നിസ്കരിക്കുക. അത് തുമഅനീനത്ത് നഷ്ടപ്പെട്ട നിസ്കാരമാണ്. അപ്പോ സഹാബികൾക്കിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, തുമഅനീനത്ത് നിസ്കാരത്തിലെ പ്രധാനപ്പെട്ട റുക്നാണ് എന്ന കാര്യത്തിൽ സ്വഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. 13ാമത്തെ റുക്ൻ തസ്ലീമാണ്, സലാം വീട്ടുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വതഹ്ലീലുഹാ അത്തസ്ലീം. നിസ്കാരത്തിന്റെ തഹ്രീം അത് തക്ബീറാണ് എങ്കിൽ ആ തഹ്രീമിൽ നിന്ന് നമ്മൾ നിസ്കാരത്തിന് പുറത്തേക്ക് പ്രവേശിക്കുന്നത് എന്തുകൊണ്ടാ? തസ്ലീം കൊണ്ടാണ്, സലാം വീട്ടൽ കൊണ്ടാണ്. അപ്പൊ സലാം വീട്ടുക എന്നുള്ളത് റുക്നാണ്. ഒന്നാമത്തെ തസ്ലീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന വലത്തേ ഭാഗത്തേക്കുള്ള തസ്ലീം, അതാണ് റുക്ൻ. എന്നാൽ രണ്ടാമത്തെ തസ്ലീം അത് റുക്നല്ല എന്നത് സ്വഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. ഒന്നാമത്തെ സലാം വീട്ടൽ അത് മാത്രമാണ് റുക്ൻ, രണ്ടാമത്തെ സലാം വീട്ടൽ അത് റുക്നല്ല. 14ാമത്തെ റുക്ൻ തർത്തീബാണ്. ഈ ഒരു തർത്തീബ് പാലിക്കുക, നിസ്കാരത്തിൽ ആ ക്രമം പാലിക്കുക എന്നുള്ളത് റുക്നിൽപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം തെറ്റിച്ച വ്യക്തിയോട് ആ ഒരു ക്രമത്തിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ആദ്യം ഫാത്തിഹ ഓതി, പിന്നെ റുക്കൂ ചെയ്ത് റുക്കൂയിൽ നിന്ന് ഉയർന്ന് അറ്റിദാൽ, പിന്നെ സുജൂദ്. അങ്ങനെ റുക്കൂഇന് മുമ്പ് സുജൂദ് ചെയ്യുക, അതിൽ ഈ ഫാത്തിഹക്ക് മുമ്പ് റുക്കൂ, അങ്ങനെയല്ല. ക്രമം തെറ്റിച്ച് പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്ന, എല്ലാവരും പാലിക്കുന്ന റുക്നാണ്. ഈ ഒരു തർത്തീബ് പാലിക്കുക എന്നുള്ളത് അത് റുക്നിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇതാണ് നിസ്കാരത്തിന്റെ ഷർത്തുകളും റുക്നുകളും. ഇത് കൃത്യമായി നമ്മൾ പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക, പരമാവധി കുറ്റമറ്റ നിസ്കാരം നിർവഹിക്കുക. നിസ്കാരത്തിൽ തുമഅനീനത്ത് പാലിച്ചുകൊണ്ട്, ഫാത്തിഹ കൃത്യമായി പാരായണം ചെയ്തുകൊണ്ട്, അതിൻ്റെ സമയത്ത് കൃത്യമായി നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ വരുന്ന ക്ലാസ്സുകളിൽ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. നിസ്കാരത്തിൻ്റെ വാജിബാത്തുകൾ, അതുപോലെ തന്നെ നിസ്കാരത്തിൽ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്ന അബദ്ധങ്ങളൊക്കെ വിശദീകരിക്കാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اجعلنا مقيم الصلاة مقيمين الصلاة اللهم اجعلنا مقيم الصلاة ومن ذريتنا ربنا وتقبل دعاء اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.